ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന കപ്പയും മുട്ടയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു വേണ്ടി ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് ഇതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഞാനത് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരണ വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവണം. അങ്ങനെ നല്ല വേവണ കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇടുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയ ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് എപ്പോഴും കുറച്ച് വെക്കണം, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ട ഒന്ന് പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം ആ മുട്ടയുടെ പച്ച മണം മാറുന്ന വരേക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാതും കൂടി നന്നായിട്ട് വഴറ്റി നന്നായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതൊരു മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് വെന്ത് വന്നിട്ട് നമ്മുടെ കപ്പ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും കപ്പ നന്നായിട്ട് വെന്ത് വന്നാൽ മാത്രമാണ് ഈ ഒരു നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രത്തോളം നല്ല വേവണ കപ്പയാണെങ്കിൽ മാത്രമാണ് ഇത് നല്ല ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കപ്പയും മുട്ടയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റുള്ള രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞു വെച്ചതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.